ഈ ദുനിയാവിൽ സുകൃതങ്ങൾ ചെയ്യുന്നവരെ, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് നന്മകൾ പെരുപ്പിക്കുന്നവരെ, നമസ്കാരങ്ങൾ ചിട്ടവെക്കുന്നവരെ, നോമ്പുകൾ നോറ്റുവീട്ടുന്നവരെ, സകാത്തുകൾ കൊടുത്തു വീട്ടുന്നവരെ, പാരത്രികമാകുന്ന ലോകത്തിന് വേണ്ടി ഈ ദുന്യവിയാകുന്ന ജോഗത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നവരെ, നിങ്ങൾക്ക് മനോഹരമായ സ്വർഗമാണ്. كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا. ഫിർദൗസ് എന്ന മഹനീയമായ സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പുറത്തേക്ക് പോകേണ്ടതില്ല. ആ സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാൻ ഒരാളുമില്ല. ഖാലിദീന ഫിഹാ, ആ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ നിങ്ങൾ ശാശ്വതരാ. ഈ ദുനിയാവിൽ സുകൃതങ്ങൾ ചെയ്യണേ, നന്മകൾ അനുഷ്ഠിക്കണേ, വിശ്വാസം രൂഢമൂലമാക്കണേ. നമ്മുടെ ഉസ്താദുമാര് എല്ലാവരും ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുക്കുന്ന സമയത്താണ് കിതാബോധ്. അവിടെ വരെ ഈ പ്രസിദ്ധമായി ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം സുത്യർഹമായ, എല്ലാവർക്കും അറിയാവുന്ന, ആർക്കും എതിർപ്പില്ലാത്തതാകുന്ന വിഷയമാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ നമുക്ക് വിലയില്ല. കാരണം അങ്ങനെയാണ്, നമ്മൾ സുന്നികൾ പല ദിക്റിനും വിർദിനും ഔറാദുകൾക്കും വില കൊടുക്കുന്നില്ല. നമുക്കറിയാവുന്ന സുബ്ഹാനല്ലാഹയുടെ മഹത്വം എത്ര പറഞ്ഞാലും നമ്മുടെ തലയിൽ കയറൂല. തലയിൽ കയറിയാലും ഒക്കെ പണ്ട് മുതൽ ചെല്ലുന്നതല്ലേ എന്നാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതിന്റെയൊക്കെ മഹത്വം എത്രയാണ്, എത്ര വലുതാണ്. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാനി സഖീലത്താനി ഫിൽ മീസാനി ഹബീബത്താനി ഇലർ റഹ്മാൻ. നാളെ നന്മ തിന്മകൾ തൂക്കുന്നതാകുന്ന തുലാസിൽ നന്മകൾക്ക് ഭാരം കൂട്ടുന്നതായ സാധനം, നാവിന്മേൽ വളരെ ലഘുവായ ദിക്ർ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എന്ന ദിക്റാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. 50 രൂപയുടെ ബിരിയാണിയുടെ വില നമ്മൾ ദിക്റിന് കൊടുക്കാത്ത അവസ്ഥയായി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ശരിക്കും ഒന്നുകൂടി ഒന്ന് ശ്രദ്ധ വരുത്തണം, ഒന്നുകൂടി പഴമയിലേക്കൊന്ന് തിരിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതിനൊക്കെ ഭയങ്കര ശ്രേഷ്ഠതയാണ്. ഒമാ സുബ്ഹാനല്ലാഹ്, ഒരു സുബ്ഹാനല്ലാഹയുടെ മഹത്വം എന്താണ് നബിയെ? നബി തങ്ങൾ പറഞ്ഞു, തംലഉ ബൈന സമാവാതി വൽ അർളീൻ, 7 ആകാശങ്ങൾക്കും 7 ഭൂമികൾക്കും നിറയും അതിന്റെ പ്രതിഫലം സ്വഹാബ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഒരൊറ്റ സുബ്ഹാനല്ലാഹയുടെ അർത്ഥമായി പറഞ്ഞത്, ഒറ്റ സുബ്ഹാനല്ലാഹ്. നിസ്കാരം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് എഴുന്നേക്ക്, എങ്ങോട്ടേ പോകും? സാഹു അൽഹംദുലില്ലാഹ്, നിസ്കാരം കഴിഞ്ഞല്ലോ അവിടെ ഇരിക്കൻ ഒന്ന് ഓതിൻ. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 ചെല്ലിൻ. അതൊക്കെ മഹത്തല്ലേ? ഇതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റല്ലേ? അഫ്ളൽ ദിക്ർ, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റല്ലേ ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുൻകഴിഞ്ഞു പോയ സർവ്വ അമ്പിയാക്കളും ചൊല്ലിയിരുന്ന ദിക്റാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതൊരു 10 നിസ്കാരം കഴിഞ്ഞ് ചെല്ലാൻ നമുക്ക് മടിയാണ്. എങ്ങോട്ടായി ഓടുന്നത്? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഇനിയാണ് നമ്മുടെ വിഷയവുമായി ബന്ധം, ശരിക്കും ശ്രദ്ധിക്കണേ. قل لو كان البحر مدادا لكلمات ربي لنفد البحر قبل أن تنفد كلمات ربي ولو جئنا بمثله مددا. ലോകത്തുള്ളതാകുന്ന സർവ്വജലാശയങ്ങളെയും അത് മുഴുവനും മഷികളാക്കി മാറ്റുകയും അതെല്ലാം കൂടി പടച്ച റബ്ബിൻ്റെതാകുന്ന ഇൽമുകളെ രേഖപ്പെടുത്താൻ വേണ്ടി ആ മഷികളെ മുഴുവനും എല്ലാത്തിനെ കൂടി സജ്ജമാക്കിയാലും മാനഫിദത്ത് കലിമാത്തുല്ലാഹ്, അല്ലാഹുവിൻ്റെതായ കലിമത്തുകളെ രേഖപ്പെടുത്താൻ സാധ്യമല്ല. ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാ ربي لنفد البحر قبل أن تنفد كلمات ربي. എന്റെ സൃഷ്ടാവായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന അള്ളാഹുവിന്റെ വചനങ്ങളെ, കലിമാത്തുകളെ, അവന്റെ അറിവുകളെ,
ലോകത്തുള്ളതാകുന്ന സർവ്വ സമുദ്രങ്ങളെ മുഴുവനും അത് മുഴുവനും മഷികളാക്കി മാറ്റുകയും അതെല്ലാം മഷികളെ വെച്ചുകൊണ്ട് എല്ലാ ഉലൂമാത്തുകളും രേഖപ്പെടുത്താൻ വേണ്ടി നിലകൊണ്ടാലും അള്ളാഹുവിന്റെ കലാമുകളെ, അള്ളാഹുവിന്റെ അറിവുകളെ രേഖപ്പെടുത്താൻ പറ്റൂല. ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി. എന്റെ റബ്ബിൻ്റെതാകുന്ന വചനങ്ങളെ, എന്റെ റബ്ബിൻ്റെതാകുന്ന കലിമാത്തുകളെ വിശദീകരിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ ലോകത്തുള്ളതാകുന്ന സർവ്വജലാശയങ്ങളിലെയും മഷികൾ പരിപൂർണമായി വറ്റിപ്പോകുമത്രേ. വലൗ ജഅനാ ബിമിസ്ലിഹി മദദാ. ഈ ഭൂമിയുടെ 3 ഭാഗം മുഴുവനും കടലാണ്, വെള്ളമാണ്. അത്രയേറെ തന്നെ എത്ര ഇരട്ടി വീണ്ടും വീണ്ടും ജലാശയം മുഴുവനും മഷികളാക്കി കൊണ്ടുവന്നാൽ പോലും അള്ളാഹുവിന്റെ ഇൽമുകളെ രേഖപ്പെടുത്തി തീർക്കാൻ പറ്റൂല. അത്രമാത്രം വിശാലമാണ്. അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ച് അല്ലാഹ് പറയാൻ, അള്ളാഹുവിന്റെ അറിവ് അപാരമാണ്, അള്ളാഹുവിന്റെ അറിവ് അജയ്യമാണ്. അള്ളാഹുവിന്റെ അറിവിനോളം പകരം ലോകത്ത് ഒരാൾക്കുമില്ല. ഏറ്റവും അറിവുള്ളവൻ അള്ളാഹുവാണ്, സൃഷ്ടാവായ ഖാലിഖായ അള്ളാഹുവാണ്. بسم الله الرحمن الرحيم ولو أن ما في الأرض من شجرة أقلام والبحر يمده 7 أبحر ما نفدت كلمات الله. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ പഠിക്കണേ. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ജഗന്നിയന്താവായ, പരിപാലകനായ, സർവേശ്വരനായ, സർവാധിപതിയായ, സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ അല്ലാഹു ആരാണ്? പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ അല്ലാഹു വ്യക്തമായി പഠിപ്പിക്കുകയാ. വലൗ അന്ന മാ ഫിൽ അർളി മിൻ ശജറത്തിൻ അഖലാമുൻ. ലോകത്തുള്ളതാകുന്ന സർവ്വവൃക്ഷലതാദികളും സസ്യലതാദികളും മുഴുവനും അതിന്റെ മരക്കഷ്ണങ്ങൾ മുഴുവനും പേനയാക്കി മാറ്റിയാലും ലോകത്ത് എത്ര കണ്ട് വൃക്ഷങ്ങളുണ്ടോ സുബ്ഹാനല്ലാഹ്, അത് മുഴുവനും അതിന്റെ ശിഖരങ്ങൾ മുഴുവനും കൊണ്ടുവന്ന് കോടിക്കണക്കിന് പേനകളാക്കി മാറ്റിയാലും വലൗ അന്നമാ ഫിൽ അർളി മിൻ ശജറത്തിൻ അഖലാമുൻ വൽ ബഹ്റു യമുദ്ദുഹു 7 അബ്ഹുരിൻ. ലോകത്തുള്ളതാകുന്ന സർവ്വജലാശയങ്ങളെയും 7 സമുദ്രങ്ങളായി, 7 തലമുറകളായി, 7 പ്രാവശ്യം ആവർത്തിച്ച് ആ നിലയിൽ തന്നെയുള്ള സമുദ്രങ്ങളായി കൊണ്ടുവന്നാൽ പോലും മാനഫിദത്ത് കലിമാത്തുല്ലാഹ്. ആ സമുദ്രത്തിലെ ജലാശയങ്ങളിലെ ജലത്തെ മുഴുവനും മാറ്റിയിട്ട് അത് മുഴുവനും മഷികളാക്കി മാറ്റുകയും ലോകത്തുള്ള സർവ്വവൃക്ഷലതാദികളും സസ്യലതാദികളും മുഴുവനും പേനകളാക്കി മാറ്റിയിട്ട് ജലാശയത്തിലുള്ളതാകുന്ന മഷികളെ മുഴുവനും ഈ പേനകൾ കൊണ്ട് രേഖപ്പെടുത്താൻ, അള്ളാഹുവിന്റെ ഇൽമുകളെ രേഖപ്പെടുത്താൻ വേണ്ടി നിലകൊണ്ടാലും മാനഫിദത്ത് കലിമാത്തുല്ലാഹ്. അള്ളാഹുവിന്റെ വചനങ്ങൾ രേഖപ്പെടുത്താൻ ഈ ജലാശയത്തിലേതാകുന്ന മഷികൾ മതിയാകുകയില്ല. ലോകത്തുള്ള വൃക്ഷലതാദികളും സസ്യലതാദികളും പേനയാക്കിയതുകൊണ്ട് തന്നെ മതിയാകുകയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. റബ്ബിന്റെ ഇൽമിനെ രേഖപ്പെടുത്താൻ പറ്റൂല. അത്രമാത്രം അപാരമാകുന്ന അറിവുള്ള ആളാണ് ആര്? അല്ലാഹു. പഠിച്ചു വെക്കണം നമ്മൾ. അല്ലാഹ് ആരാണെന്നുള്ളത് ഇന്നത്തെ തലമുറ ശരിക്കും അറിയുന്നില്ല. അതുകൊണ്ടാണ് വിഡ്ഢിത്തം വിളിച്ചു പറയുന്നത്. എന്താണ് ആ വിഡ്ഢിത്തം? ശേഷം ഞാൻ പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ശരിക്കും ശ്രദ്ധിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവ് നിസ്സാരമല്ല. ഇന്ന് നടക്കുന്ന സംഭവങ്ങളും അറിയുന്നവൻ അല്ലാഹുവാണ്. വരാനിരിക്കുന്ന സംഭവങ്ങളും അറിയുന്നവൻ അല്ലാഹുവാണ്. കഴിഞ്ഞുപോയ ഭൂതകാലത്തിലുള്ള വിഷയങ്ങളും അറിയുന്നവൻ അല്ലാഹുവാണ്. നമ്മൾ ആയത്തുൽ കുർസി ഓതാറില്ലേ? നോദിക്കേ കൂടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം
له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ്. സുഇല ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യു ആയത്തിൻ അഅ്ളമു ആയത്തിൽ ഖുർആൻ. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളിൽ 6666 ആയത്തുകളിൽ ഏറ്റവും മഹോന്നതമായ ആയത്തേതാ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആയത്തുൽ കുർസി. ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും മഹത്തരമായ ആയത്തേതാണ് ഖുർആനിലെ? ഏതാണ്? ആയത്തുൽ കുർസിയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് അതിന് കാരണം? ഇസ്മുൽ അഅ്ളമിൽപ്പെട്ട നാമം ഇതിലുണ്ട് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുആഇന് ഇജാബത്ത് കിട്ടാൻ അല്ലാഹ് ഈ ആയത്തുൽ കുർസിയെ ഓതിയിട്ടൊന്ന് ദുആരെന്ന് വയ്ക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഭയങ്കര ബലാണ്. അതല്ലേ ശൈത്താൻ പോലും എന്നിലേക്ക് അടുക്കാതിരിക്കണമെങ്കിൽ എന്ത് ഓതിയാൽ മതി എന്ന് പറഞ്ഞത്? ആയത്തുൽ കുർസി ഓതിയാൽ മതി എന്ന് പറഞ്ഞു. ചരിത്രം വിശാലമാണ്, വഴിമാറിപ്പോ. അതുകൊണ്ട് ഞാൻ തിരിച്ചു വരുന്നു. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഉറങ്ങുന്ന സമയത്ത് എന്തൊക്കെ ഓതണം? ഫാത്തിഹ, ആയത്തുൽ കുർസി, ആമന റസൂലു, സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിന്നാസ് ഓതി ഊതുക. കയ്യിൽ ഊതുക, തല മുതൽ കാല് വരെ തടവുക. എല്ലാ ചുഴലിക്കാറ്റും ആ വഴി മുക്കോളും, ശൈത്താനൊക്കെ ഓടും. മനസ്സിലാകുന്നുണ്ട്? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചുഴലി ഉണ്ടാവൂല, അതിനെന്ത് വേണം? ഇത് ഓതിയിട്ട് തല മുതൽ കാല് വരെ തടയാൻ മതി. പറഞ്ഞ മനസ്സിലായില്ലെങ്കിൽ ശൈത്താൻ അടുക്കൂല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറഞ്ഞത് തിരിഞ്ഞോ? തിരിയേണ്ടവർക്ക് തിരിഞ്ഞു, അല്ലാത്തവര് നട്ടം തിരിയും. അല്ലാഹു സാലിഹീങ്ങളെ ചേർക്കുമാറോ. ഇത് ഓതിയാൻ മതി. നിങ്ങൾ ഓതി നോക്ക്, ഇന്നുപോലെ ഓതിക്കോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആർക്കും ചുഴലി ബാധിക്കത്തുമില്ല, അസുഖങ്ങളൊന്നും ഉണ്ടാവൂല. എല്ലാ അസുഖങ്ങൾക്കും ശിഫ. ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉം മിൻ കുല്ലി ദാഇൻ ശഫീഉനാ റസൂലുള്ളാഹി. എല്ലാ രോഗങ്ങൾക്കുമുള്ള ശമനമാണ് ഫാത്തിഹ സൂറത്ത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഹദീസാണ്. ഈ ഹദീസ് ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീറാകുന്ന അൻവാറുത് തൻസീൽ വ അസ്റാർ തഅ്വീൽ എന്ന തഫ്സീർ ബൈളാവിയിൽ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഉസ്താദുമാർ എല്ലാവരും ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുക്കുന്ന സമയത്താണ് കിതാബ് ഓതുക. അവിടെ വരെ ഈ പ്രസിദ്ധമായി ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം സുദീർഘമായ, എല്ലാവർക്കും അറിയാവുന്ന, ആർക്കും എതിർപ്പില്ലാത്തതാകുന്ന വിഷയമാണ്. മനസ്സിലാക്കുന്നത്. പക്ഷെ നമുക്ക് വിലയില്ല. കാരണം അങ്ങനെയാണ്. നമ്മൾ സുന്നികൾ പല ദിക്റിനും വിർദിനും ഔറാദുകൾക്കും വില കൊടുക്കുന്നില്ല. നമുക്കറിയാവുന്ന സുബ്ഹാനല്ലാഹയുടെ മഹത്വം എത്ര പറഞ്ഞാലും നമ്മുടെ തലയിൽ കയറൂല. തലയിൽ കയറിയാൽ ഒക്കെ പണ്ട് മുതൽ ചെല്ലുന്നതല്ലേ എന്നാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇതിന്റെയൊക്കെ മഹത്വം എത്രയാണ്, എത്ര വലുതാണ്. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാനി സഖീലത്താനി ഫിൽ മീസാനി ഹബീബത്താനി ഇലർ റഹ്മാൻ. നാളെ നന്മ തിന്മകൾ തൂക്കുന്നതാകുന്ന തുലാസിൽ നന്മകൾക്ക് ഭാരം കൂട്ടുന്നതായ സാധനം, നാവിന്മേൽ വളരെ ലഘുവായ ദിക്ർ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എന്ന ദിക്റാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് ആരെവിടെ ചെല്ലുന്നു? മഗ്‌രിബിന് മുമ്പ് ഒരു 10 മിനിറ്റ് ഇരുന്ന് ആരെങ്കിലും ചെല്ലുന്നുണ്ടോ? പണ്ടൊക്കെ പള്ളികൾ അത് ചെല്ലിക്കൊടുക്കും, ചെല്ലാനും ആളുണ്ട്. ഇന്നത് ചെല്ലണമെങ്കിൽ മൈക്കിൽ കൂടെ വിളിച്ചു പറയണം, ബിരിയാണി റെഡി എന്ന് പറഞ്ഞാൽ എല്ലാവരും 6 മണിയാകുമ്പോൾ സാർ മറ്റേ ബിരിയാണി കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നല്ലോ, വിളമ്പാൻ തുടങ്ങിയില്ലേ? ബിരിയാണിക്ക് വരിക 50 രൂപയുടെ ബിരിയാണിയുടെ വില നമ്മൾ ദിക്റിന് കൊടുക്കാത്ത അവസ്ഥയായി. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ശരിക്കും ഒന്നുകൂടി ഒന്ന് ശ്രദ്ധ വരുത്തണം, ഒന്നുകൂടി പഴമയിലേക്കൊന്ന് തിരിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതിനൊക്കെ ഭയങ്കര ശ്രേഷ്ഠതയാണ്. ഒമാ സുബ്ഹാനല്ലാഹ്, ഒരു സുബ്ഹാനല്ലാഹയുടെ മഹത്വം എന്താണ് നബിയെ? നബി തങ്ങൾ പറഞ്ഞു, തംലഉ ബൈന സമാവാതി വൽ അർളിൻ, 7 ആകാശങ്ങൾക്കും 7 ഭൂമികൾക്കും നിറയും അതിന്റെ പ്രതിഫലം സ്വഹാബ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഒരൊറ്റ സുബ്ഹാനല്ലാഹയുടെ അർത്ഥമായി പറഞ്ഞത്, ഒറ്റ സുബ്ഹാനല്ലാഹ്. നിസ്കാരം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് എഴുന്നേക്ക്, എങ്ങോട്ടേ പോകും? സാവു അൽഹംദുലില്ലാഹ്, കാരം കഴിഞ്ഞല്ലോ, അവിടെ ഇരിക്കൻ ഒന്ന് ഓതിൻ. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 ചെല്ലിൻ. അതൊക്കെ മഹത്തല്ലേ? ഇതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റല്ലേ അഫ്ളലു, അഫ്ളല ദിക്ർ, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റല്ലേ ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എൻ്റെ മുൻകഴിഞ്ഞു പോയ സർവ്വ അമ്പിയാക്കളും ചൊല്ലിയിരുന്ന ദിക്റാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതൊരു 10 നിസ്കാരം കഴിഞ്ഞ് ചെല്ലാൻ നമുക്ക് മടിയാണ്. എങ്ങോട്ടായി ഓടുന്നത്? എവിടേക്കാണ് നീ ഓടുന്നത്? അടുത്ത സെക്കൻഡിൽ മരിക്കുമെന്നുള്ള ചിന്തയില്ലാതെ ഭൗതിക ലോക ആഡംബര ആസ്വാദനങ്ങൾ മുഴുകി ജീവിക്കുന്ന മനുഷ്യനായി ഇന്നത്തെ തലമുറ മാറിയില്ലേ? അള്ളാഹുവിനെ ഭയപ്പെടാത്തവരായി മാറിയില്ലേ? എവിടേക്കാണ് നിന്റെ ഓട്ടം? മരണത്തിലേക്കല്ലേ ചിന്തിക്കൻ. എത്രയെത്ര ആളുകളുടെ മരണപ്പെട്ടു പോയി. എത്ര തെമ്മാടികളും എത്ര മോശപ്പെട്ടതാകുന്ന ജീവിതം നയിച്ചവരും ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമായിരുന്ന ഭരണാധികാരികൾ വരെ മരണത്തിന് വഴിമാറിയില്ലേ? എന്നിട്ടും നീ എന്തേ ചിന്തിക്കാത്തത്? അടുത്ത സെക്കൻഡിൽ നീയും മരിക്കേണ്ടവനല്ലേ? ക്ലാപ്പനപ്പള്ളിയുടെ പരിസരത്ത് പുതുത്തെരു പള്ളിയുടെ ആകുന്ന ഖബർസ്ഥാനിൽ എന്റേതാകുന്ന ജനാസ കൊണ്ടുവന്ന് വെക്കപ്പെടുമെന്നുള്ള ചിന്തയില്ലാതെ നീ എവിടേക്കാണ് ഓടുന്നത്? അതുകൊണ്ട് ഒരു 5 മിനിറ്റ് നീ ഇരിക്കുന്ന ദുആയിൽ ഭാഗവാക്കാകി. നിനക്ക് വേണ്ടി, നിന്റെ നാടിന് വേണ്ടി, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, നാട്ടുകാരുടേതാകുന്ന ഖൈറിന് വേണ്ടി ഖത്തീബ് ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ നീ ഓടാതെ എവിടെ ഇരിക്കൻ? ദുആ പിന്നെ ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബിന്റേതാകുന്ന ഇൽമിനെ കുറിച്ച് പറയാ. ഏതില്? ഈ ആയത്തുൽ കുർസിയിൽ. ആയത്തുൽ കുർസി ദുആയിന് ഇജാബത്ത് കിട്ടാൻ കാരണമാണെന്ന് പറയാൻ കാരണം എന്താ? അതിനകത്ത് എന്തുണ്ട്? ഇസ്മുൽ ആദമിൽപ്പെട്ട നാമമുണ്ട്. ഏതാണത്? ഹയ്യുൽ ഖയ്യൂം എന്ന നാമമാണ്. അതുകൊണ്ടാണ് സൂഫിയാക്കളാകുന്ന ഉസ്താദുമാരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിൻ, അവർ ഈ നാമം കൊണ്ടുവരും. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. അങ്ങനെ ചോദിച്ചിട്ടാണ് അവരുടെ ദുആ. അല്ലെങ്കിൽ നസ്അലുക യാ അല്ലാഹു ബിഹഖി യാ ഹയ്യു യാ ഖയ്യൂം ചോദിക്കലുണ്ട്. ഹയ്യുൻ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും നിലനിൽക്കുന്നവനുമായ അല്ലാഹു. ഭയങ്കരാണത്. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ് ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ് ഇസ്മുൽ ആദമിൽപ്പെട്ട നാമമാണേത്? ഹയ്യുൽ ഖയ്യൂം. അത് ഏതിനകത്തുണ്ട്? ആയത്തുൽ കുർസിയിലുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. നമ്മളെന്തിനാ ഇപ്പൊ അത് പറഞ്ഞത്? ഈ ആയത്ത് എന്തിനാ ഓതിയത്? അള്ളാഹുവിന്റെ ഇൽമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന്റെ അറിവ് അപാരമാണ്. അതിനെക്കുറിച്ചുള്ള വിശദീകരണം ഈ ആയത്തിലുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه. അള്ളാഹുവിന്റെ അറിവ് അപാരമാണ്, അജയ്യമാ. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, കഴിഞ്ഞു പോയതാകുന്ന കാര്യങ്ങളെ കുറിച്ചും വരാനിരിക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചും ഭാവി കാലത്തെ പറ്റിയും ഭൂതകാലത്തെ പറ്റിയും വ്യക്തമായ അറിവുള്ളവനാണ് അല്ലാഹ്. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീ بشيء من علمه إلا بما شاء. അല്ലാഹു ഉദ്ദേശിച്ചവർക്കല്ലാതെ അറിവുകളിൽ നിന്നുള്ള ഒരു ഭാഗത്തെ അല്ലാഹു നൽകുകയേ ഇല്ല. അല്ലാഹു ഖൈർ ഉദ്ദേശിച്ച വിഭാഗത്തിനല്ലാതെ അറിവൻ സമ്മാനിക്കുകയില്ല. കാരണം അറിവെന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെതാകുന്ന ഭാഗത്ത് നിന്ന്, അല്ലാഹുവിൽ നിന്നുള്ള
അല്പം പ്രകാശമാണ്. ആ പ്രകാശത്തിന്റെ കിരണങ്ങൾ നിന്റെ ജീവിതത്തിൽ പ്രോജ്വലിക്കണോ, നിനക്ക് ലഭിക്കണോ? ഇല്ലാ ബിമാശാ, അല്ലാഹു ഉദ്ദേശിക്കണം. അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ മാത്രമേ നമ്മളെ ആലിമാക്കൂ. അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ മാത്രമേ മുത്തഅല്ലിമാക്കൂ. അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ മാത്രമേ പള്ളി പോകാൻ തോന്നിക്കൂ. അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ മാത്രമേ ദീനിയായ കാര്യങ്ങളിൽ വഅദിന്റെ മജ്‌ലിസുകൾ വരാനും എന്തെങ്കിലും ഒന്ന് ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഒക്കെ ലക്ഷ്യം വെക്കണമെങ്കിൽ അല്ലാഹു ഉദ്ദേശിക്കണം. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അല്ലാഹു കരുതണം. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി. അതുകൊണ്ടാണല്ലോ അൽഹംദുലില്ലാഹ് 2 മിനിറ്റെങ്കിലും ഇവിടെ ഇരിക്കാൻ സൗഭാഗ്യം അള്ളാഹു നൽകിയത്. അള്ളാഹു കബൂലാക്കട്ടെ. അതിനാണ് ആദ്യം നിങ്ങളെ കൊണ്ട് അൽഹംദുലില്ലാഹ് പറയിച്ചത്. നിസ്സാര കാര്യമല്ല ഇൽമിന്റെ സദസ്സിൽ വന്നിരിക്കുക എന്ന് പറയുന്നത്. എല്ലാവർക്കും പറ്റൂല. അത് പടച്ച റബ്ബ് അനുഗ്രഹിച്ചവർക്കല്ലാതെ അതിന് സാധ്യമാകൂല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളിൽ പലരെ ആലിമാക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്, ഹാഫിളാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, ഇൽമിന്റെ വഴിത്താരയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അള്ളാഹു പരിപൂർണ വിജയം കൊടുക്കുമാറാവട്ടെ. ചിലർക്ക് പകുതി എത്തുമ്പോൾ മുറിഞ്ഞു പോകും. വീട്ടിലുള്ള പ്രശ്നങ്ങൾ, പ്രാരാബ്ദങ്ങൾ, വിഷയങ്ങൾ, പാപ്പ മരണപ്പെട്ടുപോയി, ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ, ജീവിത വ്യവഹാരങ്ങൾ, ജോലി ഭാരങ്ങൾ ഒക്കെ വരുമ്പോൾ അവന്റെ വിദ്യാഭ്യാസം പാടെ മുറിഞ്ഞു പോവാൻ അല്ലേ? ഓതൽ അങ്ങനെ മുടങ്ങിപ്പോയ എത്ര ആളുകളുണ്ട്. ഓതാൻ വേണ്ടി വിട്ടതാണ്, പക്ഷെ പകുതിക്ക് എത്തിയിട്ട് തിരിച്ചു പോകേണ്ടി വന്നു. ആത്മീയമായ അറിവിൽ പൂർണ്ണമായി എത്തിപ്പെടാൻ സാധിക്കാത്ത എത്ര ആളുകളുണ്ട്. ഇപ്പൊ എന്റെ സുഹൃത്തുക്കളിൽ തന്നെ എത്ര ആളുകളുണ്ട്. താഹ ഉസ്താദിന്റെ സുഹൃത്തുക്കളിൽ എത്ര ഉണ്ടാവും. അവിടെ ഇരിക്കുന്ന ഉസ്താദുമാരുണ്ട്. അവരുടെ കൂടെ പഠിച്ച എത്ര ആളുകൾ തന്നെ ഇന്ന് അവരുടേതാകുന്ന ഒരു ഭാഗത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാതെ പോയ മറ്റ് വിഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളതാകുന്ന ജോലി തിരക്കുകളിലേക്ക് തിരിഞ്ഞു പോയിട്ടുള്ളതാകുന്ന എത്രയോ പാവങ്ങൾ ഉണ്ടാകും. റബ്ബിന്റെ ഒരു വലിയ നിഅമത്താണ്, വലിയൊരു അനുഗ്രഹമാണ് പൂർത്തീകരിക്കുക എന്ന് പറയുന്നത്. ആരും പൂർത്തീകരിച്ചിട്ടില്ല. നമ്മളൊക്കെ ഇപ്പോഴും മുത്തഅല്ലിമാണ്. അള്ളാഹു നമ്മളെയൊക്കെ നല്ല ഇൽമിന്റെ വാഹകർ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവും. പറഞ്ഞു വന്നത് അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഖൈറിലേക്ക് എത്തിപ്പെടുകയുള്ളൂ. എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ അള്ളാഹുവാണ്. ആദ്യം മനസ്സിലാക്കി വെക്കാൻ നോക്കൂ നിങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന അർ-റഹ്മാൻ സൂറത്ത് അറിയില്ലേ? അതിന്റെ ആദ്യത്തെ ആയത്തുകൾ എല്ലാവർക്കും അറിയാം. ആദ്യത്തെ ഒരു 10 ആയത്തെങ്കിലും കിട്ടാത്തവർ വളരെ കുറവാണ്. നോദിക്കെല്ലാവരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الرحمن علم القرآن خلق الإنسان علمه البيان. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്. പഠിക്കണേ, അല്ലാഹു ആരാണ്? എല്ലാ സൂറത്തുകളിലൂടെയും തുടക്കത്തിലൂടെ തന്നെ വ്യക്തമായി പഠിപ്പിച്ചവനാണ്. ബിസ്മില്ലാഹി അർ-റഹ്മാനിർ റഹീം. ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവനാണ് അല്ലാഹ്. അർ-റഹീം. ഈ ലോകത്ത് അവനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതായ ആളുകൾക്ക് പാരത്രികമാകുന്ന ലോകത്ത് പ്രത്യേകം ഗുണം ചെയ്യുന്നവനാണ് അല്ലാഹ്. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ. കരുണാമയനാണ് അല്ലാഹു. അവനെ പരിശുദ്ധമായ ഖുർആനിനെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവനാ. ജനങ്ങൾക്ക് വിജ്ഞാനപ്രദമാകുന്ന അറിവുകളെ പരിശുദ്ധമായ ഖുർആനിന്റെ വഴിത്താരയിലൂടെ പഠിപ്പിച്ചു നൽകുന്നവനാണ്. ഖലഖൽ ഇൻസാൻ. അവൻ മനുഷ്യരെ പടച്ചവനാണ് അല്ലാഹു. അല്ലമഹുൽ ബയാൻ. ജനങ്ങൾക്ക് ഭാഷ പഠിപ്പിച്ചവനാണ് അല്ലാഹ്. ജനങ്ങൾക്ക് ഭാഷ പഠിപ്പിച്ചവനാണ് അല്ലാഹ്. ലോകത്ത് 1000-ൽ പരം ഭാഷകളുണ്ടത്രേ. ആ ഭാഷകളിലൂടെ പരിശുദ്ധമായ ഖുർആനിനെയും പരിശുദ്ധമായ ദീനിനെയും ജനറൽ നോളേജുകളെയും കരഗതമാക്കിയത് മനുഷ്യ അല്ലാഹു നൽകിയതാകുന്ന അപാരമായ കരുണയാണ്. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. മനുഷ്യന് ഭാഷ പഠിപ്പിച്ചവൻ അല്ലാഹുവാണ്. എത്രയേറെ ഭാഷകളാണ് സംസാരിക്കാൻ അറിയാമോ? സംസാരിക്കാൻ എത്ര ഭാഷ അറിയാം?
ഞാൻ ഈ കഴിഞ്ഞ 10 ദിവസത്തോളം പലസ്തീനും ജോർദാൻ, ഇസ്രായേൽ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളായിരുന്നു. അപ്പൊ എന്നോടൊപ്പം സഹവസിച്ച് നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ജില്ല വരെയുള്ള ആളുകളുണ്ട്. തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് വരെ സംസാരിക്കുന്നത് മലയാളമാണെങ്കിൽ പോലും ഓരോരുത്തരുടെയും ഭാഷകൾ, അവരുടെ ശൈലികൾ മലയാളത്തിൽ തന്നെ എത്ര വ്യത്യസ്തമായ രൂപത്തിലാണ് അല്ലെ? പല സ്ലാങ്ങാണ്. തിരുവനന്തപുരത്തുള്ളവരൊരു രീതിയിൽ, കൊല്ലത്തുള്ളവരുടെ സ്റ്റൈല് വേറെ, കോട്ടയത്തുള്ളവരാണെങ്കിൽ അത് വേറെ, ഇടുക്കി ഭാഗത്താണെങ്കിൽ അത് വേറെ, തൃശ്ശൂർ ജില്ലയാണെങ്കിൽ വേറൊരു സ്ലാങ്ങാണ്, പാലക്കാടോട്ട് പോകുമ്പോൾ ചെറിയ വ്യത്യാസം വരുന്നു, കണ്ണൂരും മലപ്പുറവും കോഴിക്കോടും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയൊക്കെ ഭയങ്കര വ്യത്യാസമാണ് അല്ലേ? രസകരമായ ശൈലികളാണ്. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. ആമീൻ പറയും. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. കാസർഗോഡ് ജില്ലക്കാരെ, ടൗണിൽ വസിക്കുന്നവരെ കുറിച്ച് തന്നെ പറയുന്നത് എന്താ? കാസർഗോഡ് ജില്ലക്കാരെ കുറിച്ച് പറയുന്നത് സപ്തഭാഷ അറിയുന്നവരാണെന്നാണ്. 7 ഭാഷകൾ സ്വായക്തമാക്കിയവരെന്നാണ്. ഇപ്പൊ വലിയ കോൺഗ്രസ് വലിയ വിജയം നേടിയതാകുന്ന നമ്മുടെ കർണാടകയിൽ സംസാരിക്കുന്ന ഭാഷ ഏതാണത്? കന്നഡ. അതുപോലെ തുളു, അതുപോലെ തന്നെ തെലുങ്ക്, തമിഴ്, മലയാളം, ഞക്കിനിക്ക്, ഓരോരോ ഭാഷകളാണ്, അവരുടെ ഭാഷകളാണ്. കാസർഗോഡ് ജില്ലക്കാർ തന്നെ അവർ തമ്മിലൊരു ഭാഷയുണ്ട്. ദ്വീപുകാർ അവർക്കിടയിൽ തന്നെ ഒരു ഭാഷയുണ്ട്. അതിനൊന്നും ചില ഭാഷകൾക്കൊന്നും ലിപിയില്ല, എഴുത്തില്ല. പിന്നെയോ ഭാഷകളുണ്ട്, അവർക്കിടയിൽ സംസാരം ഉണ്ടാവും. അങ്ങനെ എത്രയോ ലോകത്ത് എത്ര ലിപിയില്ലാത്ത, എഴുത്തില്ലാത്ത എത്രയോ ഭാഷകൾ തന്നെയുണ്ട്. പക്ഷെ ഇതിലൂടെയൊക്കെ മനുഷ്യൻ പരസ്പരം സംവേദന നടത്തി പരിശുദ്ധമായ ദീൻ പഠിച്ചെടുക്കുകയാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഖുർആൻ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എത്ര രാജ്യങ്ങൾ, എത്രയോ സ്ഥലങ്ങൾ, വിവിധമാകുന്ന ഭാഷകളിലൂടെ. അറബി അറിയാവുന്നവരങ്ങനെ, മലയാളത്തിൽ അങ്ങനെ, ഇംഗ്ലീഷിൽ അറിയാവുന്നവരങ്ങനെ, കന്നഡയിലൂടെയും തെലുങ്കിലൂടെയും ഹിന്ദിയിലൂടെയും എന്ന് വേണ്ട ഓരോ ഭാഷകളിലൂടെയും മലയാളത്തിലൂടെയും ഒക്കെ വ്യത്യസ്തമായ ഭാഷകളിലൂടെ 1000-ൽ പരം ഭാഷകൾ പഠിപ്പിച്ചവൻ അല്ലാഹു. അതാണ് ഖുർആൻ പറയുന്നത്. ഈ ഭാഷകളിലൂടെയൊക്കെ അറിവുകൾ സ്വായക്തമാക്കാൻ ആരും വെറുതെ ഇരിക്കുന്നില്ല. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. ഭാഷകൾ പഠിപ്പിച്ചവൻ അല്ലാഹുവാണ്. നമ്മൾ ചിന്തിക്കുന്നു, ഇസ്ലാമിൽ എത്ര സ്ഥാനമാണ് അറിവിന് നൽകുന്നത്. മനസ്സിലാക്കുന്ന പോലെയല്ല, വലിയ സ്ഥാനമാണ്, വലിയ സ്ഥാനമാണ്.